ഏറെ നാളായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു വയനാടിൻ്റെ മനോഹാരിതയിലേക്ക് കുടുംബസമേതം ഒരു യാത്ര എന്നുള്ളത്. ഞാനും എൻ്റെ ഭാര്യയും 3 മക്കളും മരുമകളും പേരക്കുട്ടിയും. യാത്രക്ക് ഞാൻ ഉപയോഗിച്ച വാഹനം ഈയിടെ ഞാൻ വാങ്ങിയ മാരുതി നെക്സ XL6 എന്ന വാഹനമായിരുന്നു. മക്കളുമായി അന്താക്ഷരി കളിച്ചും നേരം പോക്കുകൾ പറഞ്ഞും തമാശ പറഞ്ഞും ഇടയ്ക്ക് നിർത്തി ചായ കഴിച്ചും വയനാട്ടിലെത്തിയത് അറിഞ്ഞില്ല. പുറപ്പെട്ടത് അതിരാവിലെയാണ് പുറപ്പെട്ടത്. വയനാട്ടിലെത്തിയ പാടെ തന്നെ ഞങ്ങളൊരു റിസോർട്ടിൽ ഫാമിലി റൂം എടുത്ത് ഫ്രഷായി പ്രാതലൊക്കെ കഴിച്ചിട്ട് കാഴ്ചകൾ കാണാൻ വേണ്ടി ഇറങ്ങി. ആദ്യം ഞങ്ങൾ പോയത് വയനാട്ടിലെ അൾട്രാ പാർക്കിലായിരുന്നു. അൾട്രാ പാർക്കിലാണ് വളരെ പ്രശസ്തമായ ഗ്ലാസ് ബ്രിഡ്ജ് ഉള്ളത്. ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്, ചൈനയിലുള്ള പ്രശസ്തമായ ഗ്ലാസ് ബ്രിഡ്ജ്. ഏതാണ്ട് അതിനോടൊക്കെ സാമ്യമുള്ള ഒരു ബ്രിഡ്ജ് തന്നെയാണ് വയനാട്ടിൽ അൾട്രാ പാർക്കിലുള്ളത്. സാധാരണ ഉയരത്തിൽ ഞാൻ കയറുമ്പോൾ എൻ്റെ കാലിൻ്റെ ഒരു വിറണ്ടാവും. എനിക്കൊരു ഭയം ഉണ്ടായിരുന്നു, എനിക്ക് പോകാൻ പറ്റുമോ, ബ്രിഡ്ജിൽ കൂടെ നടക്കാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷെ നടന്നു തുടങ്ങിയപ്പോൾ കാര്യമായിട്ട് പ്രയാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ പലരും പേടിച്ചിട്ട് ബാക്കിലേക്ക് പോലും ചില കുട്ടികൾ നിർബന്ധിച്ചിട്ട് കരയുണ്ടെങ്കിലും അവരുടെ രക്ഷിതാക്കൾ നിർബന്ധിച്ച് 2 കൈയിലും പിടിച്ചിട്ട് ഗ്ലാസ് ബ്രിഡ്ജിൽ കൂടെ കയറ്റി കൊണ്ടുപോകുന്നതൊക്കെ അവിടെ രസകരമായ കാഴ്ചയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എൻ്റെ പേരക്കുട്ടിയാണ് ആസ്വദിച്ചത്. അവളവിടെ ഇരുന്ന് ഡാൻസ് കളിക്കുകയും എല്ലാം ചെയ്തു. ഞങ്ങൾ ആ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് കുടുംബസമേതമുള്ളൊരു ഫോട്ടോ ഒക്കെ പിടിച്ചു. ഇന്നത്തെ ദിവസം മുഴുവനും അൾട്രാ പാർക്കിലും പരിസര പ്രദേശങ്ങളുമായിട്ട് ഞങ്ങൾ ചെലവഴിച്ചു. പിന്നീട് ഞങ്ങൾ റിസോർട്ടിലേക്ക് തിരിച്ച് റിസോർട്ടിൽ തന്നെ ഒരുപാട് നേരം പോക്കുകളും ടൈം പാസുകളും എൻ്റർടൈൻമെൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. മക്കളതിലൊക്കെ കളിക്കുകയും ചിരിക്കുകയും ഒക്കെ ആവോളം ആസ്വദിച്ച് റിസോർട്ടിൽ കഴിച്ചു കൂട്ടി. പിറ്റേന്ന് രാവിലെ തന്നെ ഞങ്ങൾ വയനാടിൻ്റെ വിവിധ കാഴ്ചകളിലേക്ക് ഇറങ്ങിച്ചെന്നു. പിന്നീട് ഞങ്ങൾ എടക്കൽ ഗുഹ, ബാണാസുര സാഗർ, അങ്ങനെ പല സ്ഥലങ്ങളിലും പോയി. പക്ഷേ ഞങ്ങൾ വീഡിയോ എടുത്തിരിക്കുന്നത് അൾട്രാ പാർക്കും അതിനോട് ചുറ്റുപറ്റിയുള്ള സ്ഥലങ്ങളാണ്. കാരണം നമ്മളെ വീഡിയോക്ക് സമയപരിധി ഉണ്ടല്ലോ. തീർച്ചയായിട്ടും ഇതിൻ്റെ ബാക്കി ഭാഗം മറ്റൊരു വീഡിയോയിൽ അറിയിക്കുന്നതാണ്. തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു. ചുരത്തിൽ അതിഭയങ്കരമായ ട്രാഫിക്കായിരുന്നു. ചുരത്തിൽ തന്നെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ആ വ്യൂ പോയിന്റിൽ നിന്ന് മനോഹരമായ താഴ്വാരങ്ങളിലെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു. അങ്ങനെ ഒരു 3 മണിക്കൂർ നേരം ചുരത്തിൽ ട്രാഫിക്കിൽ പെട്ട സമയത്ത് എൻ്റെ മക്കളൊക്കെ ഇറങ്ങി റോഡിൽ കൂടെ കുറേ ദൂരം നടന്നു പോയി. പിന്നീട് 6-ാമത്തോ 7-ാമത്തോ എയർപിൻ വളവിലാണ് അവരെ പിക്കപ്പ് ചെയ്തത്. അങ്ങനെ ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു യാത്രാനുഭവമായിരുന്നു വയനാട് യാത്ര.